നമ്മുടെ മമ്മൂക്കയുടെ മകൻ ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലിട്ട ഒരു പോസ്റ്റ് അതിങ്ങനെയായിരുന്നു: എല്ലാ കണ്ണുകളും റഫേൽ, പലസ്തീൻ ഐക്യദാർഢ്യവുമായി ദുൽഖർ. ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടരവെ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടൻ ദുൽഖർ സൽമാൻ. ഇസ്രായേൽ സൈന്യം റഫേൽ നടത്തിയ കൂട്ടക്കൊരുതിക്കെതിരെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഫോട്ടോയൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് എല്ലാ കണ്ണുകളും റഫേൽ എന്ന ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ്, അതായത് അവിടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ കണ്ണുനീരിനൊപ്പമാണ് താൻ എന്ന് പറയുകയാണ് ദുൽഖർ സൽമാൻ. എന്തിനാണ് പലസ്തീൻ വരെയൊക്കെ നല്ലതല്ലേ? ലോകത്തിലെ എവിടെ ആക്രമണം ഉണ്ടായാലും യുദ്ധം ഉണ്ടായാലും മരണപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാർ ഏത് ജീവനാകട്ടെ, അതിന് മൃഗങ്ങളുടെ ജീവന് പോലും കണ്ണീരർപ്പിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ലോകത്തൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ മുനമ്പത്തും ചാവക്കാടും പിന്നെ കൽപ്പാത്തി, പാലക്കാടും കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു കിരാത നിയമം ജനങ്ങളെ തെരുവിലിറക്കുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ വീടുകളുടെ മുന്നിൽ വഖഫിന്റെ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ തീർന്നു. പിന്നെ നമ്മൾ വീടും കുടിയും ഇല്ലാതെ നട റോഡിൽ തെരുവിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഇതിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ ഈ ദുൽഖർ സൽമാന് കഴിയുമോ? ധൈര്യവും തന്റേടവും ഉണ്ടോ? വഖഫ് എന്ന കിരാത നിയമം എന്ന ധന്യയുടെ ആ വാചകത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. അതിന് കാരണം ഞാൻ പറയാം. ദുൽഖർ സൽമാൻ എന്നല്ല ഒരു സെലിബ്രിറ്റിയും ഈ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവവികാസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. തിരിഞ്ഞു നോക്കില്ല, അതിനുള്ള ധൈര്യമില്ല. ഉറപ്പ് നാട്ടിൽ പറയും. എന്തിനാണ് ഉറപ്പ് വേണ്ടത് എന്നുള്ള ആളുകൾ ഊഹിച്ചെടുത്തോളൂ. നോക്കൂ, ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നുണ്ട്, യുദ്ധം നടക്കുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. യുദ്ധം ഒഴിവാക്കേണ്ടതാണ്, കലാപങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. മുനമ്പത്തും താങ്കൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ആരും മരിച്ചു വീണിട്ടില്ലല്ലോ. അവിടെയാണ് പ്രശ്നം. മരിച്ചു വീണിട്ടില്ലല്ലോ. മരണമാണല്ലോ തന്മയുള്ള ലോകമേ ബീജം ഇടാൻ പറ്റുന്ന സാധനം. നോക്കുക, ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ വയനാട്ടിൽ ഹർത്താൽ നടക്കുക, ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും. ദുരന്ത ഭൂമിയിൽ ആവശ്യമായ കാര്യങ്ങൾ കിട്ടാഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാ ചർച്ചക്കിടയിൽ ഇതിങ്ങനെ സംഭവിക്കുമെന്ന്. ശരിയല്ലേ? ഈ ദുരന്തമുഖത്ത് നിന്ന് ഇവരൊക്കെ സമരമുഖത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ ഹർത്താൽ നടക്കുകയാണ്. നോക്കൂ, മുൻപ് വിഷയം മാത്രം എടുക്കൂ. ഒക്കെ അവിടെ നിൽക്കട്ടെ. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മുൻപ് വിഷയം മാത്രം എടുക്കൂ. പതിറ്റാണ്ടുകളായി, രണ്ടോ മൂന്നോ തലമുറകളായി പണം കൊടുത്ത് വാങ്ങി താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥ. നോക്കൂ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ ധന്യയുടെ വീട്ടിലിരിക്കുകയാണ്. ധന്യയുടെ വിചാരം എനിക്ക് എൻ്റെ അച്ഛൻ ഓഹരി തന്ന വസ്തുവാണ്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പണം കൊടുത്ത് വാങ്ങിയ വസ്തുവാണ്. ഒരു ദിവസം രാവിലെ വന്ന് പറയുന്നത് ഇത് വഖഫ് ഭൂമിയാണ്, എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തരണം. നമുക്കുണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താനോ ഒരു മുഴം കയറിൻ്റെ അറ്റത്ത് ജീവിതം അവസാനിപ്പിക്കാനോ തോന്നുന്നൊരു തോന്നലുണ്ട്. ഞാൻ അതിനകത്ത് ഒരു രസകരമായ ഒരു കാര്യം പറയാം. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെ, അള്ളാഹുവിൻ്റെ സ്വത്ത് ഒഴിഞ്ഞു കൊടുക്കണം ആഹ്വാനമായി സമസ്ത നേതാവ് ഉമർ ഫൈസി. അതായത് അള്ളാഹുവിൻ്റെ സ്വത്താണ്, ഇവരൊക്കെ ഒഴിഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവരൊക്കെ ഈ പരമകാരുണ്യവാനായ അള്ളാഹു എന്ന് പറയുന്ന ആൾ ദൈവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മതവിശ്വാസമാകട്ടെ, അവർ വിശ്വസിക്കുന്ന ദൈവം അത് ഈശ്വരനാണ്, ഭഗവാനാണ്. എല്ലാവരെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അള്ളാഹുവിനോ അയ്യപ്പനോ ക്രിസ്തുവിനോ മതമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല. അവരുടെ മുന്നിൽ അവർ പടച്ചുവിട്ട ആളുകളാണ്. നമ്മുടെ വിശ്വാസങ്ങൾ പല രീതിയിൽ പോകുന്നു എന്നുള്ളത്. നമ്മുടെ മതഗ്രന്ഥങ്ങൾ, 3 മതങ്ങളുടെയും മതഗ്രന്ഥങ്ങൾ പറയുന്നതൊക്കെ ഒന്ന് തന്നെയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതിൽ ഞാനിപ്പോൾ വായിച്ച പോസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഉമർ ഫൈസിയുടെ ഈ പോസ്റ്റ് ജനൻ TV ആണ് കാർഡ് ഇട്ടു. ആ കാർഡ് ഷെയർ ചെയ്തുകൊണ്ട് സിറീഖ് തുണ്ടിയിൽ എന്ന് പറയുന്ന ഒരു ഫാദർ, അച്ഛൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്, ഫാദർ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്: അള്ളാഹു നേരിട്ട് വന്നാൽ കൊടുക്കാം. ഇത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞത്. അള്ളാഹു നേരിട്ട് വന്നാൽ കൊടുക്കാം, വരട്ടെ. ഈ ഭൂമി അള്ളാഹുവിന് എവിടുന്ന് കിട്ടിയെന്ന് ഈ മഹാൻ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. വഖഫാണ് എന്ന് പറയുന്നതല്ലാതെ അത് എങ്ങനെ വഖഫായി, എങ്ങനെ ആ വസ്തുക്കൾ അള്ളാഹുവിന്റെ കയ്യിലെത്തി എന്ന് ഒന്ന് വിശദീകരിക്കാമോ ശ്രീ ഉമർ ഫൈസി സാറേ? ഒരു വൈദികനാണ് ഇത് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ ഭൂമി വഖഫിൻ്റെതായത്? എന്താണ് വഖഫ്? ഇതാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതാരും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടുന്ന വിഷയമാണ് വഖഫ് വിഷയം. ഈ നരേന്ദ്രമോദി സർക്കാർ വഖഫിൽ ഭേദഗതി വരുത്താൻ പോകും. അപ്പോഴാണ് ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത്. നോക്കൂ, മുസ്ലിം മതവിശ്വാസം അനുസരിച്ച് പരിശുദ്ധ ഖുറാനിൽ എവിടെയും വഖഫ് എന്ന് പറയുന്നൊരു വാക്കില്ല. ഈ മുസ്ലിം വിശ്വാസം അനുസരിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് ഈ പറയപ്പെടുന്ന ആളുകളെ സഹായിക്കാനും മറ്റു കാര്യങ്ങൾക്കും
ഈ പറയപ്പെടുന്ന മതപരമായ കാര്യങ്ങൾ. അത് ഇപ്പം പറയുന്നത് വഖഫിൻ്റെ ഭൂമിയും വഖഫിൻ്റെ സ്വത്തുക്കളും ഒക്കെ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഈ മതവിദ്യാഭ്യാസം നടത്തുന്നതിനും ഈ പറയപ്പെടുന്ന പള്ളികളുടെ നവീകരണത്തിനും ആ മതപരമായ കാര്യങ്ങൾക്കും മാത്രം ഉപയോഗിക്കുന്ന ഭൂമി സ്വത്തുക്കളാണ്. അല്ല, അത് എന്ന് പറയുന്നത് വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ഇസ്ലാം മതവിശ്വാസിയാണെന്നിരിക്കട്ടെ, എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പങ്ക് ഭഗവാന് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്നു, വഖഫ് ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് എനിക്ക് പറയാനുള്ള അധികാരമുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ നിന്ന് 1 ഏക്കർ സ്ഥലം ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാൻ ഒരുപക്ഷെ മതപരമായ ആശയപ്രചരണങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ യത്തീംഖാനകൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഇത് ഈ നാട്ടിലെ മുഴുവൻ കുട്ടികളുടെയും എൻ്റെ മതത്തിൽ മാത്രമല്ല മുഴുവൻ കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കാം. ഇത് കൈമാറ്റം ചെയ്യാനോ നഷ്ടപ്പെടുത്താനോ ആർക്കും അധികാരമില്ല. അതിനാണ് ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരു ഭേദഗതി. അത് അള്ളാഹുവിന് സമർപ്പിക്കുന്നത്, ഭഗവാൻ സമർപ്പിക്കുന്നത്. അള്ളാഹു എന്നാൽ ഭഗവാൻ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഭഗവാന് സമർപ്പിക്കുന്നത്. അത് നോക്കി നടത്താൻ ഒരു അതോറിറ്റി ഉണ്ടാവും. ആ അതോറിറ്റി ഇത് നോക്കി നടത്തി ഈ വഖഫ് ചെയ്ത ആൾ, ഞാൻ ഇത് സംഭാവന ചെയ്ത ആൾ പറഞ്ഞ കാര്യങ്ങൾക്കല്ല നോക്കി നടത്തുന്ന ആൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാറ്റാനുള്ള ഉത്തരവാദിത്വം മതപരമായി അവിടെ നിലനിൽക്കുന്നു. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ വഖഫ് നിയമങ്ങളെ പറ്റിയല്ല പറയുന്നത്, പൊതുവിലുള്ള വഖഫ് നിയമങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് നോക്കി നടത്താൻ ആവശ്യമായ ഘട്ടത്തിൽ ഇത് നോക്കി നടത്താനോ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ ഇവർക്ക് അധികാരമുണ്ട്. അതായത് വേണമെങ്കിൽ ഇത് കൈമാറ്റം ചെയ്യാനുള്ള അധികാരവും അവിടെയുണ്ട്. അത്തരത്തിൽ കൈമാറ്റം ചെയ്തു വന്ന ഭൂമികളാകാം. പണം കൊടുത്ത് മറ്റൊരുത്തൻ വാങ്ങി അവന്റെ പേര് തീർത്ത് കരമടച്ചിട്ട് നാളെ ഇത് വഖഫ് ഭൂമിയാണ് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ ശരീഅത്ത് നിയമങ്ങളൊന്നും അല്ലല്ലോ നിലനിൽക്കുന്നത്. ഇത് താലിബാനല്ലല്ലോ. ഇവിടെ മതത്തിനും അപ്പുറത്തേക്ക് ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഇന്ത്യയാണ്. മതം രണ്ടാമതാ. ഈ വഖഫ് ബോർഡ് പോലെ തന്നെ, അതായത് അവരുടെ മതപരമായ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി അവർക്കൊരു സംവിധാനം ഭരണഘടനയിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നു. ദേവസ്വം ബോർഡ് പോലെ ഹൈന്ദവ ആചാരങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളും ഒക്കെ കമ്പനി ആക്ട് പ്രകാരം, നോക്കൂ, NSS ഒക്കെ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനകളാണ്. അവരുടെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡും മറ്റു കാര്യങ്ങളും ഒക്കെ അങ്ങനെ അത്തരത്തിലാണ് ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. അങ്ങനെയുള്ള ഈ ഒരു രാജ്യത്തിരുന്നിട്ടാണ് മുനമ്പത്തും ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലുമൊക്കെയുള്ള ആളുകളോട് ഇറങ്ങണം, വഖഫ് ഭൂമിയാണ്. അള്ളാഹു പറഞ്ഞോ നിങ്ങളോട് എൻ്റെ ഭൂമിയിൽ നിന്ന് അവരെ ഇറക്കി വിടാൻ? അള്ളാഹു പറയുമോ? പരമകാരുണ്യവാനായ അള്ളാഹു പറയുമോ? അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ ഹിന്ദുവാണ്? അതല്ല പോട്ടെ, ഈ വഖഫ് ഭൂമിയാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തളിപ്പറമ്പിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നിടത്ത് ഭൂരിപക്ഷവും ഇസ്ലാം മത വിശ്വാസികളാണ് തിങ്ങി പാർക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്മേൽ ചർച്ചകൾ ഉണ്ടാകുന്നു. മുസ്ലിം ലീഗ് നേതാക്കന്മാരും സഭയുമായി ചർച്ചകൾ ഉണ്ടാകുന്നു. വളരെ ഇറങ്ങി വന്നിട്ട് ഇവര് മാധ്യമങ്ങളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. രണ്ടു കൂട്ടരും പറയുകയാണ് മതസൗഹാർദ്ദം പുലരണം. ആ ചിന്ത എന്താ ഇവർക്കൊക്കെ ഉണ്ടാവാത്ത, ഉമർ ഫൈസിയെ പോലുള്ളവർക്ക് ഉണ്ടാവാത്ത? ഇവിടെ മതപരമായ ആചാരങ്ങൾ നിലനിൽക്കണം, സംരക്ഷിക്കപ്പെടണം, വഖഫ് നിലനിൽക്കണം, ദേവസ്വം ബോർഡ് നിലനിൽക്കണം, ഇതെല്ലാം നിലനിൽക്കണം. വേണ്ടെന്നല്ല ഞാൻ പറയണേ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിട്ടുകളഞ്ഞ ഇതൊരു വലിയ ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കി വെച്ചേക്കാണ് ഇവര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 2047 കൂടി ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള ശ്രമത്തിൽ ചിലരുടെയൊക്കെ അതിന്റെ ഒരു ആരംഭഘട്ടമാണോ ഇത്? ഉറപ്പായും അങ്ങനെ തന്നെ കാണണ്ടേ. ഇവിടുത്തെ ചില കിരാത ശക്തികൾ, വഖഫ് നിയമം എന്ന് പറയുന്നതിന് കിരാത നിയമം എന്ന് ഞാൻ ഖണ്ഡിച്ചത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതായതുകൊണ്ടാണ്. വഖഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചത് സാധാരണക്കാരന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. മതപരമായ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എൻ്റെ സ്വത്തിൽ നിന്നൊരു പങ്ക് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നു എന്ന് എഴുതി വെച്ചു തലയിൽ മൂളയുള്ളവർ. ഇന്ന് അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പാവപ്പെട്ടവനെ കുടിയിറക്കി വിടുക. അള്ളാഹുവിന് എന്തിനാ സ്വത്ത്? പരമശിവൻ എന്തിനാ സ്വത്ത്? അയ്യപ്പൻ എന്തിനാ സ്വത്ത്? ജീസസ് ക്രൈസ്റ്റിന് എന്തിനാ സ്വത്ത്? ചിന്തിക്കണ്ടേ? സ്വത്ത് വേണ്ടതാർക്കാ? ഈ പള്ളിയുടെയും ഈ പറയപ്പെടുന്ന ഇത് ഈ ബോർഡിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് പുട്ടടിക്കാനാ? പട്ടണി പാവങ്ങളെ ഇറക്കി വിട്ടിട്ട് വേണോ സ്വത്ത് പിടിച്ചു വാങ്ങിച്ച് അവിടോട്ട് കൊണ്ട് കൊടുക്കാൻ? അപ്പോൾ ഭൗതികമായ സാഹചര്യങ്ങളെ കൂടി വിലയിരുത്തണം, നിയമപരമായ കാര്യങ്ങളല്ല. നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് നിസ്സാരമായി പരിഹരിക്കാവുന്ന വിഷയങ്ങളായിരിക്കാം. ഇത് ചർച്ച ചെയ്യാൻ ആരാ തയ്യാറാവുന്നത്? ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം തയ്യാറാവുന്നില്ല. ആട്ടിൻകൂട്ടത്തെ തമ്മിൽ തല്ലിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന കുറുക്കന്മാരെ പോലെ ഇവിടുത്തെ ഭരണകൂടം നോക്കിയിരിക്കുകയാണ് എല്ലാ ഭരണകൂടങ്ങളും. ഇതിന് അറുതി ഉണ്ടാവണം. മരണം സംഭവിക്കും, കൂട്ടമരണം സംഭവിക്കും. ആത്മഹത്യയുടെ വക്കിലാണ് ഈ ഒരു വലിയ ജനതയുള്ളത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ എന്താകും വിധി എന്നറിയാതെ നിൽക്കുകയാണ്. ഒരു സെറ്റിൽമെന്റ് വന്നാൽ, ഭൂമി വിട്ടുകൊടുക്കേണ്ടി വന്നാൽ തങ്ങളുടെ ദുരിതക്കയത്തിലേക്ക് പോകും. ജീവിതം ദുരിതക്കയമാവണമെന്ന് ഉറപ്പുള്ള ആളുകളാണ്. വൈകാരികമായ വിഷയമാണ്.
അതിനെ വളരെ സമർത്ഥമായി ഡീൽ ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിൽക്കാതെ പോവും. മറ്റൊരു വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് ചിലർ അണിയറയിൽ. അത് മനസ്സിലാക്കി ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകണം. ഈ ചിന്തിക്കേണ്ടുന്ന ഒന്നാണ്. മതത്തിനും അപ്പുറത്തേക്ക് മനുഷ്യനും ജനാധിപത്യ മൂല്യങ്ങൾക്കും വില കൊടുക്കുന്ന ഒരു രാജ്യത്ത്, ഒരു മതവിശ്വാസങ്ങളെയും എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ കോപ്പ് കൂട്ടുന്നവരോടാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിലൂടെ അവരെ പല ക്ഷേത്രങ്ങളുടെയും സ്വത്ത് പലരുടെയും കയ്യിലില്ലേ? എന്താ തീവ്രമായ നിലപാടുകളുമായി ആളുകൾ മുന്നോട്ട് വരാത്തത്? ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹൈന്ദവർ ഉപേക്ഷിച്ചു പോയ ഭൂമി അവിടെയുള്ളവരല്ലേ ഏറ്റെടുത്തത്? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പലായനം ചെയ്ത അവരുടെ ഭൂമി എവിടെയാ? അതെവിടെയാ? അതെങ്ങനെയാ വക്കഫാവണേ? എൻ്റെ സംശയമാണ്, വ്യക്തിപരമായ സംശയമാണ്. അത് ഉത്തരം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ആട്ടിൻകൂട്ടങ്ങളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ പുറത്തു നിൽക്കൊണ്ട് ഭരണകൂടങ്ങൾ ദയവേദി വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, തലമുറകളായി ജീവിച്ചു പോരുന്ന ഭൂമി, അത് അവരുടേത് തന്നെ ആക്കാനുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അള്ളാഹുവിന് ഭൂമിയുടെ ആവശ്യമൊന്നുമില്ല. പരമകാരുണ്യവാനായ അള്ളാഹു ഈ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കും. വക്കഫിന്റെ ആയിക്കോട്ടെ, ഒരിക്കലും ഇത് വക്കഫിന്റെ ആയിരുന്നെന്നിരിക്കട്ടെ, അല്ല അള്ളാഹുവിന്റെ ഭൂമി ആണെന്നിരിക്കട്ടെ, സമ്മതിച്ചു കൊടുക്കുക. അത് നിങ്ങൾ ദാനം ചെയ്യും അവർക്ക്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ ചിന്തിച്ചാൽ പോരെ?